കുറ്റം പറഞ്ഞു തുടങ്ങുമ്പോൾ ആരെയൊക്കെ നമ്മൾ പറയണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ ഉയർന്നു നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം മിക്സഡ് സോണിൽ വെച്ച് ഇവാൻ ആഷാൻ ഒരു പ്രതികരണം നടത്തിയിരുന്നു. മത്സരത്തിലെ റഫറിങ്ങിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, റഫറിങ് മിസ്റ്റേക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലേഖനം ചോദിച്ചപ്പോഴായിരുന്നു ആശാൻ പറഞ്ഞത്. പറഞ്ഞ് മടുത്തടേ, എനിക്കിനി ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നന്നാവില്ല എന്നാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. കാരണം നിരന്തരമായിട്ട് വരുന്ന റഫറിങ് പിഴവുകൾ എല്ലാ തവണയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും റഫറിങ് ഇറാസിന്റെ ഇരകളായി മാറാനുള്ള ദുര്യോഗം ക്ലബ്ബുകൾക്കുണ്ടായി. പക്ഷെ ഇവാൻ വുക്കോമാനോവിച്ച് നേരത്തെ സസ്പെൻഷൻ കിട്ടിയതിന്റെ ഓർമ്മയിലും മൂഡിലും ഒക്കെ ആയിരിക്കാം തൽക്കാലം റഫറിമാരെ കുറിച്ച് പ്രതികരിക്കാനൊന്നും നീണ്ടില്ല. എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ റഫറിങ് സിസ്റ്റം നിറികെട്ട ഒരു സംവിധാനത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ആശാൻ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. കാരണം ആശാൻ പറയുക എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു മടുത്തു, എനിക്കിതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല, അവർ നന്നാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ കൺസേൺ ആണെന്ന് ആശാൻ പറയുമ്പോൾ മടുത്തടേ, ഇവിടുത്തെ റഫറിങ് സിസ്റ്റം നന്നാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. വാർ സിസ്റ്റം ഒക്കെ വരുന്നെന്ന് പറയുന്നുണ്ട്. വാർ സിസ്റ്റം വന്നിട്ട് എന്ത് മലമറിക്കാനുള്ളതാണ്, അത് ഉപയോഗിക്കാൻ അറിയാവുന്നവനും കൂടി വേണ്ടേ. അപ്പം ഇവാൻ ആഷാൻ ഇനി റഫറിങ്ങിനെ കുറിച്ച് കാര്യമായ പ്രതികരണത്തിനൊന്നുമില്ല. ഒന്ന് പ്രതികരിച്ചതിന്റെ സസ്പെൻഷനും ഫൈനും ഒക്കെ ആയിട്ട് അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. സോ ആള് വിട്ട് നമുക്കും വിടാം.